ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഏതാനും ആഴ്ചകളായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 4 മുതൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് നമുക്കതിൻ്റെ 11 മുതൽ 18 വരെയുള്ളതാകുന്ന വേദഭാഗം ഒന്ന് ധ്യാനിക്കാം. ഞാൻ തന്നെ ആ വേദഭാഗം വായിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വേദഭാഗം. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത്, അല്ലെങ്കിൽ സഹോദരന്മാർക്കെങ്കിലും ഉറക്കെ വായിക്കാൻ ദയവായിട്ട് ഒന്ന് വായിക്കാം. ലോകം നിങ്ങളെ പാലിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന്. സഹോദരന്മാരെ, സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പാലിക്കുന്നവൻ എല്ലാം കൊലപാതകൻ ആകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വിറ്റുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവരോട് മനസ്സറിവ് കാണിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ നാം വാക്കിലാരും നാവിലാരും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ പല പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു, പ്രധാനമായിട്ടുള്ള ഈ ലേഖനത്തിൻ്റെ ചിന്തയെന്നുള്ളത് നമ്മൾ ദൈവമക്കളാകുന്നുവോ എന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിപ്പാനുള്ളതാകുന്ന ഒരു അളവുകോലായിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന് അനേക വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട അളവുകോൽ നമ്മൾ കണ്ടു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് നമ്മൾ അല്പമായി ചിന്തിച്ചു. ഈ വേദഭാഗവും അങ്ങനെയുള്ളതാകുന്ന ഒരു ടെസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പരിശോധനയാണ്. ദൈവത്തിങ്കിൽ നിന്നുള്ളവൻ ആരാണ്, ലോകത്തിൽ നിന്നുള്ളവൻ ആരാ, ലോകക്കാരൻ ആരാണ്, ദൈവപൈതൽ ആരാണ്. യോഹന്നാൻ പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. മോറൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ മോറൽ ടെസ്റ്റുണ്ട്, ഡോക്ട്രൈനൽ ടെസ്റ്റുണ്ട്, ഉപദേശപരമാകുന്ന ടെസ്റ്റുണ്ട്, ധാർമ്മികമാകുന്ന അളവുകോൽ ഉപയോഗിക്കുന്നുണ്ട്. ഉപദേശപരമാകുന്ന ആ അളവുകോലിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. 2-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്നും, അല്ലെ ക്രിസ്തു ആരെന്നുള്ളത് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടൊപ്പം പാർക്കുമായിരുന്നു. പക്ഷേ അവർ പോയതുകൊണ്ട് തെളിവായി അവരെന്തല്ല, നമുക്കുള്ളവരല്ല. അപ്പോൾ ആ ഒരു ടെസ്റ്റിനാൽ, അപ്പോൾ ഉപദേശപരമാകുന്ന ടെസ്റ്റ്, ഉപദേശപരമാകുന്ന പരിശോധന, ദൈവമക്കളാണോ അല്ലയോ എന്നുള്ളത് മാത്രമല്ല, ആ ധാർമ്മികമാകുന്ന പരിശോധന, പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്ന വിഷയം, പിന്നെയും യോഹന്നാൻ പറയുന്ന കാര്യം, ലോകക്കാരനും ദൈവമക്കളും തമ്മിലുള്ളതാകുന്ന വ്യത്യാസം. 2 പ്രധാനപ്പെട്ട ട്രൈറ്റ്സാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ അതാ പറയുന്നത്. ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ദൈവത്തിങ്കൽ നിന്നുള്ളവൻ്റെ സവിശേഷതയെന്നുള്ളത് നമ്മൾ കാണുന്നത് അവൻ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ലോകത്തിൽ നിന്നുള്ളവൻ്റെ സവിശേഷത അവനിൽ പകയാണുള്ളത്. അപ്പോൾ ആ 2
അളവുകോൽ, അല്ലെങ്കിൽ ആ ഒരു അളവുകോലിനാലാണ് ലവ് ഓർ ഹെയ്റ്റ്, സ്നേഹമാണോ നമ്മിലുള്ളത് അതോ പകയാണോ? അത് വെച്ച് നമ്മൾ ലോകത്തിൽ നിന്നുള്ളവരാണോ അതോ ദൈവത്തിങ്കിൽ നിന്നുള്ളവരാണോ എന്നുള്ളത് നമ്മെ തന്നെ അളന്ന് പരിശോധിപ്പാൻ കഴിയുമെന്നാണ് ഈ വേദഭാഗം വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവമക്കൾ ആരാണെന്നുള്ളതും ദൈവമക്കളല്ലാത്തവരാരാണ്, അല്ലെ എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ള അളവുകോലാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇവിടെ തുടർന്ന് ഈ കാര്യം തന്നെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ലോകത്തിലുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാൽ നയിക്കപ്പെടുന്ന ഒരാളിൻ്റെ പ്രധാനപ്പെട്ട നേച്ചർ എന്താ? ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ച ഒരാളിൻ്റെ പ്രധാനപ്പെട്ട ഡോമിനൻ്റ് ഫീച്ചർ ഓഫ് ഹിസ് ലൈഫ് അതെന്താ? ഇത് തമ്മിൽ നോക്കിയാൽ അറിയാം ആരാണ് ദൈവത്തിങ്കിൽ നിന്നുള്ളവനെന്നും ആരാണ് ലോകത്തിൽ നിന്നുള്ളവനെന്നും നമുക്ക് നമ്മെ തന്നെ അളക്കാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ മരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. മരിക്കുന്നതിന് മുൻപേ നമുക്കറിയാൻ കഴിയും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ കഴിയും. പലപ്പോഴും സാധാരണ കല്ലറ തൂണുകളിൽ എഴുതി വെക്കുന്ന ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിനൊരർത്ഥവുമില്ല. കാരണം ജീവനോടിരിക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്. മരിച്ച ഒരാളെക്കുറിച്ച് അനുസ്മരണമായി പറഞ്ഞ വാക്കുകളല്ല ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ളത്. ജീവനോടിരിക്കുമ്പം, ആയുസ്സോടിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ അതുറപ്പാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മരിക്കുന്നതിന് മുൻപേ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തെന്നും ഇനി എന്താ എനിക്ക് ശേഷിച്ചിരിക്കുന്നത്? എന്തൊരുറപ്പാ! അതെനിക്ക് മാത്രമല്ല, പിന്നെ അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് പ്രത്യേകം വെളിപ്പാടുകൾ പ്രാപിച്ച ഒരു അപ്പോസ്തലന് വേണ്ടി മാത്രം ദൈവം വെച്ചിരിക്കുന്ന ഒരു പദവി അല്ല എന്ന് സാരം. പിന്നെ ആർക്കും കൂടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ ഇറ്റ് അപ്ലൈസ് ടു ഓൾ എന്ന് പറഞ്ഞാൽ, ജീവനോടെ നമ്മളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തുവാൻ, നമ്മുടെ പോക്ക് ശരിയല്ലെങ്കിൽ ആ കോഴ്സ് കറക്ഷൻ നടത്തുവാൻ കഴിയുമെന്നുള്ളതാ ഏറ്റവും വലിയ അനുഗ്രഹീതമാകുന്ന ഒരു കാര്യം. ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴത്തേന് എൻ്റെ സമയം തീർന്നു. എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ ലോകത്തിൽ നിന്നുള്ളതാകുന്ന ആ കാര്യമെന്ന് പറയുമ്പോൾ അതൊന്ന് വിശദീകരിക്കട്ടെ. അതൊന്ന് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ലോകത്തിലുള്ളവരെല്ലാം ദുഷ്ടരും പകയന്മാരും വിരോധമുള്ളവരും ആണോ? അല്ല. എത്രയോ നല്ല മനുഷ്യരുണ്ട്. സ്വന്തം ജീവനെ കൂടെ പകച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച എത്ര നല്ല ആൾക്കാരുണ്ട്. അതേസമയം തന്നെ ദൈവമക്കളായി ജീവിക്കുന്ന എല്ലാവരും നിസ്വാർത്ഥരായിട്ട് സ്നേഹം എംബോഡിമെൻ്റായിരിക്കുന്ന, അല്ലെ സ്നേഹം ദേഹരൂപത്തിലായിരിക്കുന്നവരാണോ സഭയിലുള്ളവരെല്ലാം? അല്ല. അപ്പം ലോകത്തിലുള്ള മനുഷ്യർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ?
അതിന് കാരണം മറ്റൊന്നുമല്ല, അതിനെ വേദ പഠിതാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരതിനെ വിളിക്കുന്നത് കോമൺ ഗ്രേസ് എന്ന. കോമൺ ഗ്രേസ്. കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദുഷ്ടന്മാരുടെ മേൽ മാത്രമല്ല, നീതിമാന്മാരുടെ മേൽ മാത്രമല്ല, ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, മഴ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അതിൻ്റെ പേരാ കോമൺ ഗ്രേസ്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ അവൻ വീണ്ടെടുക്കപ്പെട്ടവനായാലും അല്ലെങ്കിലും ആത്യന്തികമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. പാപം നിമിത്തം അതിനൊരു കേട് വന്നു, അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ എല്ലാ മനുഷ്യരിലും ദൈവീകമാകുന്ന ഗുണങ്ങൾ ചില സന്ദർഭങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ലോകത്തിലുള്ളവർ വിശേഷിപ്പിക്കുന്ന മനുഷ്യരിലും ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളാകുന്ന പല ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, കേൾക്കാം എല്ലാവർക്കും? എനിക്ക് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ആ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ സ്നേഹം എന്നുള്ളതാണ് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഡോമിനൻ്റ് ഫീച്ചർ. സ്നേഹമെന്നുള്ളതാണ്. ആ സ്നേഹം അത്ര എളുപ്പമുള്ളതല്ലാത്തത് കൊണ്ടാണ് സ്നേഹിക്കാനുള്ളതാകുന്ന ആ കൽപ്പന, ആ പ്രബോധനം പുതിയ നിയമത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, പകയ്ക്കുന്ന ഒരുവൻ, either you love or you hate. ആ പകയുടെ മകുട ഉദാഹരണമായിട്ട് യോഹന്നാൻ വരച്ച് കാട്ടിയിരിക്കുന്നത് കയീനെ കുറിച്ചാണ്. അവൻ്റെ സഹോദരനെ കൊല്ലുന്ന. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു നിമിഷം, ശ്രദ്ധിക്കണേ, ഒരു നിമിഷം അവിടുത്തെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച ആ കോമൺ ഗ്രേസ്, പൊതുവായ ദൈവകൃപ ഒന്ന് മാറ്റിയാൽ ലോകം വലിയ വിപത്തിലോട്ട്. അത് ചിലപ്പോഴൊക്കെ മറ നീക്കി പുറത്തു വരുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ടല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ മലയാളികളുടെ മനസ്സിനെ കുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അതിൻ്റെ ഗ്രാഫിക് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഞാനത് വായിച്ചുമില്ല. നമ്മുടെ മലയാളം പത്രങ്ങളുടെ ഒരു സവിശേഷത ഞാൻ കാണുന്നത്, ഈ മറ്റ് ഭാഷാപത്രങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത, ഈ എന്തോ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത് ഭയങ്കര താല്പര്യമായതുകൊണ്ടായിരിക്കും. ഈ വാർത്തയായിട്ട് കൊടുത്താലൊന്നും അതിന് വലിയ ഡിമാൻഡൊന്നുമില്ല. വാർത്തയ്ക്കകത്ത് ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ഇച്ചിരി മസാലയൊക്കെ കയറ്റി വെച്ച് പിന്നെ ഓരോ കാര്യങ്ങളും പ്രത്യേക കോളം ന്യൂസൊക്കെ കൊടുത്ത്, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കൊല്ലും കൊലയൊന്നും അധികമില്ലാതെ വരുമ്പോൾ ചിലർ പറയുന്നുണ്ട്, ഇന്ന് പത്രത്തിൽ ഒന്നും വായിക്കാനില്ലായിരുന്നു, ഒന്നും വായിക്കാനില്ലെന്ന്. അയ്യോ, അന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞൊരു നല്ല കോളം വേറെ കിടപ്പുണ്ട്, പക്ഷെ ഒന്നും വായിക്കാനില്ലെന്ന്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കാനാണ്. അതായത് ഈ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയുന്നേ.
ഒരു നിമിഷം ദൈവം അവിടുത്തെ ആ കോമൺ ഗ്രേസ് ഒന്ന് മാറ്റിയാൽ മനുഷ്യൻ എന്താണെന്ന് വെളിവാകും, ലോകം എന്താണെന്ന് വെളിവാകും. അതാ ഇടയ്ക്കൊക്കെ മറ നീക്കി പുറത്തു വരുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്നുള്ളത് പകയെന്നുള്ളതാ, വിദ്വേഷമെന്നുള്ളതാ, വിരോധമെന്നുള്ളതാ, സ്നേഹമല്ല. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ് ദൈവം അവിടുത്തെ സഭയെ വേർതിരിച്ചത്. നമ്മളും വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നുണ്ട്, പുതിയ നിയമം. ഞാൻ ആ വാക്യഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. വി വർ ഹേറ്റിംഗ് ആൻഡ് ബീയിങ് ഹേറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പകയ്ക്കുകയും പകയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് പകയും വിദ്വേഷവും കോപം, ക്രോധം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ഇവയെല്ലാം തന്നെ സകല ദുർഗുണങ്ങളോടും കൂടെ നിങ്ങളെ എന്ത് ചെയ്യട്ടെ, വിട്ടുപോകട്ടെ. എഫേസ്യ ലേഖനത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ. ദൈവം അവിടുത്തെ വലിയ കൃപയിൽ ഈ നിയമവ്യവസ്ഥയും ധാർമ്മിക ചിന്തകളും ഇതെല്ലാം ദൈവം വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കണം, ലോകത്തിൽ ദൈവം വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും മാറ്റപ്പെട്ടാൽ എന്തോ ഒരു അരാജകത്വമായിരിക്കുമെന്നറിയാമോ? മനുഷ്യനെ ചിന്തിക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയെ ഞാനതാ പറഞ്ഞത്. ആ കോമൺ ഗ്രേസ് ലോകത്തിലുള്ളത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത്. നല്ലൊരു നിമിഷം അത് മാറ്റിയാൽ ഭയങ്കര ഭീകരമായിരിക്കും. എന്നാൽ അത് ലോകത്തിൻ്റെ കാര്യമാണെങ്കിൽ, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിട്ട് അവൻ എന്ത് ചെയ്തു? സഹോദരനെ കൊന്നു. എന്നാൽ ദുഷ്ടനിൽ നിന്നുള്ളവൻ്റെ ചിന്തയെന്നുള്ളത് സഹോദരനെ പകയ്ക്കുന്നതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ചിന്ത. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. യേശു കർത്താവ് അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളൊന്ന് വായിക്കാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വായിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നത്, ശ്രദ്ധിക്കണം, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, ഈ പല സന്ദർഭങ്ങളിലും നമ്മൾ ദൈവവചനം സീരിയസ് ആയിട്ട് കാണുന്നതിനെ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കാണാറില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, സത്യത്തിൽ ആർക്കെങ്കിലും ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ വരുന്നതിന് അതിനുവേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം അവിടുത്തെ കരുണയെ സുഖം തരുന്ന തരട്ടെ, സുഖപ്പെടുത്തുമെന്ന് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, തെറ്റില്ല. പക്ഷേ എൻ്റെ ചിന്തയിൽ ക്യാൻസറിനേക്കാളും ഹാർട്ട് അറ്റാക്കിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കാര്യം ദൈവവചനപ്രകാരം പകയും പിണക്കമൊക്കെയാണ്. കാരണം യേശു എന്നാ പറഞ്ഞത്? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ, എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് ഞാൻ നരകത്തിൽ പോവുകയില്ല, അല്ലെ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് നരകത്തിൽ, ദൈവത്തെ കൂടാതെ ജീവിച്ചവനാണെ പോകും. അല്ല, ഞാനൊരു ദൈവ പൈതല, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാലും ഒന്നും പ്രശ്നം വരാൻ പോകുന്നില്ല, ഞാൻ നരകത്തിലോട്ട് പോകുന്നില്ല. അപ്പം സീരിയസ് ആയിട്ടുള്ള കാര്യം ഏതാ? ഹാർട്ട് അറ്റാക്ക് അല്ല, പിന്നെന്താ? ഏതാ? പകയാ. ആണോ അല്ലയോ? പകയെന്നുള്ളതാണ്, ഹെയ്റ്റ് എന്നുള്ളതാണ്
ഒരു മാരക രോഗത്തെക്കാളും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, അത് നമ്മുടെ ഉള്ളിലേട്ട് വരുമ്പോൾ, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ സ്നേഹമാണുള്ളത്, എന്നാൽ ഈ പകയും പിണക്കവും ഒക്കെ വരുമ്പം അത് മാറാൻ വേണ്ടി, ദാനിയേൽ എവിടെ നിന്ന്, അത് മാറാൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയൊരിക്കൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ചിന്ത. കാരണം അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ആകട്ടെ, ഞാൻ അത്രയും പറഞ്ഞ് പെട്ടെന്ന് മുൻപോട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, സ്നേഹത്തെക്കുറിച്ചുള്ളതാകുന്ന ഉപദേശം ആവർത്തിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞേക്കുക. അതിൻ്റെ കാര്യം എന്താ? ഇവിടെ യോഹന്നാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മെ നന്നായിട്ടറിയാവുന്ന ദൈവം തമ്പുരാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവർത്തിച്ച് പറഞ്ഞാലും വീണ്ടും പറയേണ്ട കാര്യമാണ്. കാരണം നാച്ചുറലി നമ്മുടെ ബെൻഡ് എങ്ങോട്ടാ? സ്വാർത്ഥതയ്ക്കും തൻകാര്യ ലാഭത്തിനും. അതൊന്ന് ഓഫ് ചെയ്യാമോ? എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു, എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കോട്ടെ. തൻകാര്യ ലാഭത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കുമുള്ളതാകുന്ന ഒരു പ്രേരണയാണ് നാച്ചുറലി മനുഷ്യനിലുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അതിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിച്ചെന്നേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ആ ഓൾഡ് നേച്ചർ മാറാത്തത് കൊണ്ട് അതിങ്ങനെ തല പൊക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്നേഹിക്കണം എന്നുള്ള ആ കൽപ്പന ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഇത് എനിക്ക് അതിൻ്റെ കറക്റ്റ് സയൻറ്റിഫിക് ഭാഗമൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം പറയാം. ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ താഴെ നിർത്തിയിട്ട് ചെരുപ്പിടാൻ വേണ്ടി മുന്നിലോട്ട് എടുത്തു കൊടുത്താൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. 100ൽ 99 പ്രാവശ്യവും ആ കുഞ്ഞ് വലത്തുകാലയിലെ ചെരുപ്പ് ഇടത്തുകാലയിൽ വിടും, ഇടത്തുകാലയിൽ വലത്തുകാലയിൽ വിടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം, ആ ജന്മവാസന എന്നുള്ളത്, ആ നാച്ചുറൽ ടെൻഡൻസി എന്നുള്ളത് പ്രമാണങ്ങൾക്കെതിരായിട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് മനുഷ്യനിൽ ജന്മനാ ഉള്ളത്. ജന്മന അവൻ സ്വാർത്ഥന. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ജന്മവാസന അതാ, നമ്മുടെ ടെൻഡൻസി അതാ. നമ്മുടെ തൊലി രക്ഷിക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. നമ്മുടെ തൊലി രക്ഷിക്കണമെന്നാണ് നമുക്കൊക്കെയുള്ള താല്പര്യം. അത് മനുഷ്യൻ്റെ ഒരു ജന്മവാസനയാണ്. അപ്പം ഇത് നന്നായിട്ട് അറിയാവുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇതാവർത്തിച്ച് പറയേണ്ടി വരികയാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് അന്യോന്യം സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, സ്നേഹമെന്ന് പറയുന്നത് കേവലം വാക്കുകളിലല്ല, അതൊരു ഹാർഡ് വർക്കാണ്. അത് അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമെന്നുള്ളത് കേവലം ഒരു ഇമോഷനല്ല, അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഇഫ് യു റിയലി വിൽ ടു ലവ്, ദെൻ യു ആർ ഏബിൾ ടു ലവ്. അതുകൊണ്ടാണ്, അതായത് നമ്മളത് അതിന് താല്പര്യമുണ്ടെങ്കിൽ അതിന് കഴിയും. അങ്ങനൊരു വിധത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹിപ്പാനുള്ള കൽപ്പന ആവർത്തിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ
പ്രധാനമായും സ്നേഹമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ അതിനാൽ നമുക്കറിയാം നമ്മൾ ജീവനിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ളത്. സ്വാർത്ഥ താല്പര്യങ്ങളും സ്വയ താല്പര്യങ്ങളുമാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? അതോ നമ്മുടെ താല്പര്യങ്ങൾക്ക് മുൻപിൽ മറ്റൊരുവൻ്റെ താല്പര്യങ്ങൾക്ക് വില കൊടുക്കുവാനായി ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു താല്പര്യമുണ്ടോ? ഇത് ഭയങ്കര ഹൈ ഐഡിയലാണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞത്, അയാൾ പറയുന്നത് മുഴുവൻ യേശുക്രിസ്തു ഒഴികെ ആർക്കും പാലിപ്പാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞാൻ സമ്മതിച്ചു, എനിക്കും പറ്റുന്ന കാര്യമല്ല സുഹൃത്തെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പക്ഷേ ഈ പാപികളാകുന്ന നമുക്ക് കഴിയുമെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അറിയാം. അതുകൊണ്ടാണ് നമ്മളോടിത് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം. അത് ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന കാര്യവുമല്ല. അതൊരു പ്രോസസ്സാണ്. ഓരോ ദിവസവും നമ്മളുടെ ആ ഫൈറ്റ്, നമ്മുടെ ഉള്ളിൽ അതിനോടുള്ളതാകുന്ന ആ പോരാട്ടത്തിലൂടെ നമ്മൾ ജയിക്കുക ആ നിലയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ആ ത്രസ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഈ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതായത് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഭയങ്കര കാര്യം ചെയ്യണം. ഒരിക്കൽ ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് രക്തസാക്ഷിയാകണം. അപ്പം ഞാൻ അവരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, കാരണം നേരിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവരെ ഇരുത്തിക്കൊണ്ട് ഒരു യോഗത്തിന് ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ രക്തസാക്ഷികളാകാനല്ല കർത്താവിൻ്റെ താല്പര്യം. അതിന് താല്പര്യമുണ്ടെങ്കിൽ ആകാം. പക്ഷേ ദിവസം തോറുമുള്ള ജീവിതത്തിൽ നമുക്ക് മരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനം പോയി രക്തസാക്ഷിയായിട്ടൊന്നും കാര്യമില്ല. അതെന്നാ കാര്യമില്ലെന്ന് പറയുന്നേ? രക്തസാക്ഷിയാകാൻ സ്നേഹം വേണമെന്നൊന്നുമില്ല. ആഹാ, അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം വായിച്ചു നോക്കി. അങ്ങനെയുണ്ട്. എന്താ? എൻ്റെ ശരീരം ഞാൻ ചൂടാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കെന്തില്ല. അപ്പം രക്തസാക്ഷിയാകാൻ സ്നേഹം വേണമെന്നൊന്നുമില്ല. ഒരു സെൻസ് ഓഫ് അഡ്വഞ്ചർ മതി. ശ്രീലങ്കയിൽ ഒത്തിരി പേര് ഈ തമിഴ് ഈലം ഇല്ല സഹോദരനൊക്കെ അറിയാം ഇല്ലേ? പ്രഭാകരൻ്റെ ആൾക്കാർ അവർ രക്തസാക്ഷികളാ. അവർക്കൊരു മടിയില്ലായിരുന്നു. സ്നേഹം ഉണ്ടായിട്ടാണോ? ഹെയ്റ്റ് ഉണ്ടായിട്ടാ അല്ലേ? പകയോടെ അവരത് ചെയ്തേ. അപ്പം രക്തസാക്ഷികളാകാൻ സ്നേഹം വേണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു കാര്യം, സ്നേഹമെന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല. പിന്നെ എങ്ങനെയുള്ള കാര്യങ്ങളിലാണ്? ഡെയിലി ലിവിങ്ങിൽ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ പറയുമെങ്കിലും അവിടെ നമ്മൾ ഇപ്പോൾ കർത്താവിനെയാണ് അവിടെ ഏറ്റവും സുപ്രീം എക്സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ, അവിടുന്ന് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുകയാ അടുത്തതെന്താ? പ്രിയപ്പെട്ടവരെ, ഞാനതൊന്ന് പരിശോധിച്ച് നോക്കി. അങ്ങനൊരു സന്ദർഭം നമുക്കുണ്ടായാൽ നമ്മൾ പറയും, വലിയ പെർസിക്യൂഷൻ വരുമ്പോൾ നമ്മൾ നോക്കി. പെർസിക്യൂഷനൊന്നും വരണ്ട. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചേ, ഈ റൂമിലിരിക്കുന്ന എൻ്റെ സഹോദരന് വേണ്ടി പ്രാണൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനതിനൊരുക്കമാണോ? ഇച്ചിരി പ്രയാസമല്ലേ?
എന്നിട്ട് താഴോട്ട് പറയുക, ഈ ലോകത്തിൽ നോക്കുക. അപ്പോൾ അത്രയും വലിയ കാര്യമൊന്നും ചെയ്തില്ലേലും അടുത്ത പറയുക, ഈ ലോകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവകയുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ മടിയന്മാർക്ക് ചുമ്മാ എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. റിയൽ നീഡ് ഉണ്ടായാൽ നമ്മുടെ വസ്തുവകയെ മാത്രമല്ല, നമ്മുടെ താല്പര്യങ്ങളെക്കാളും മറ്റവൻ്റെ ആ താല്പര്യത്തെ വലുതായിട്ട് കാണാൻ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതാണോ എന്നെ നിയന്ത്രിക്കുന്ന ഘടകം. അതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല, എന്നിൽ വീഴ്ച വന്നോ എന്നുള്ളതല്ല വിഷയം. എൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം അതാണോ, അതോ എനിക്ക് തൻകാര്യമാണോ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം? ഇതിനാൽ എനിക്കറിയാൻ ഞാൻ ജീവനിലാണോ അതോ ലോകത്തിലാണോ? യോഹന്നാൻ പറയുന്ന ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വളരെ സിമ്പിൾ ടേംസിലാണ് പറഞ്ഞത്. വലിയ തിയോളജി ഒന്നും ഇന്ന് പ്രസംഗിച്ചില്ല, സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ്. വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. നമ്മളാരും അപ്പം ചിന്തിക്കരുത് ഇത് ഇന്നാരെക്കുറിച്ചല്ല, എന്നെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ്. അപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്ന് പാസ്റ്റർ ഇന്നാർക്കിട്ടാ പ്രസംഗിച്ചതെന്ന് പറയും. അല്ല സുഹൃത്തേ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ. നമ്മളെ തന്നെയാണ് ശോധന ചെയ്യേണ്ടത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഇടപാടിലാണ് നമ്മുടെ സ്നേഹം തെളിയേണ്ടത്. വലിയൊരു പെർസിക്യൂഷൻ്റെ നടുവിൽ പോകുമ്പോഴല്ല, ഒരു വലിയ പീഡനം വരുമ്പോഴല്ല, ഡേ ടു ഡേ ലിവിങ്, കൊച്ചു കാര്യങ്ങളിൽ. സത്യത്തിൽ ഇത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? വീട്ടിൽ നിന്നാണ്. വീട്ടിലെവിടാണെന്നറിയാമോ? എഫേസ്യർ 5-ാം അധ്യായത്തിലുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 21-ാം വാക്യമാണ്. ഒന്ന് എടുത്ത് വായിക്കാമോ? എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അപ്പോൾ എവിടെ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്? അപ്പോൾ ഡെയിലി ലിവിങ്, ഡേ ടു ഡേ ലൈഫ് അവിടെയായത് തുടങ്ങണ്ടേ. സ്നേഹമെന്നുള്ളത് വീട്ടിൽ തുടങ്ങുക, സഭയിൽ സഹോദരവർഗത്തോടുള്ള ബന്ധത്തിലായിരിക്കുക, അത് പുറത്തോട്ട് പോകുക. അതാണോ പ്രധാനപ്പെട്ട കാര്യം? അതാ പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ ഉറപ്പാക്കാൻ നമ്മൾ എങ്ങോട്ട് പോകുന്നവരാ? ജീവനിലോട്ട്. അല്ല, പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതം എങ്ങനെ ആരുടെ തലയിലും ചവിട്ടിയാണേലും എനിക്ക് മോളി കയറണമെന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജീവനിലേക്ക് പോകുന്നവരല്ല. സിമ്പിൾ, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വളരെ സിമ്പിളാണ്. നമുക്ക് സ്വയമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഞാൻ വളരെ സമയം മുൻപോട്ട് പോയതിനാൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.